Hello friends, varityhome malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഹെയർ ഫോൾ പ്രശ്നമുള്ളവർക്കും അതുപോലെ തന്നെ മുടി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പം മുടി വളരുന്നതും ഒക്കെ എല്ലാവർക്കും നമുക്ക് മുടി വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില ആളുകളുടെ മുടി വളരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള മുടിയെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ സിൽക്കി ആയിട്ട് ഷൈനി ആയിട്ട് കിടക്കാനും മുടി നല്ല കറുപ്പ് നിറത്തിലാകാനും ഒക്കെ ആയിട്ടുള്ള മുടി മൊത്തത്തിൽ മുടിയെ ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെയർ മാസ്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാനായിട്ട് ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില നമ്മുടെ മുടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മുടി കറുപ്പ് നിറമൊക്കെ ആകാനൊക്കെ ഒരുപാട് നല്ലതാണ്, മുടി വളരാനും ഒക്കെ നല്ലതാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ കറിവേപ്പിലയുടെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്നതെന്ന് പറയാൻ ഇതുപോലത്തെ ചെമ്പരത്തിപ്പൂവാണ്. ഇത് 5 ഇതൾ ചെമ്പരത്തിപ്പൂ തന്നെ ഇതിന് എടുക്കണം. അപ്പം ഇതിൻ്റെ ഇതളുകൾ മാത്രം മതി നമുക്ക് ഇതിനകത്തിലോട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇതളുകളൊക്കെ ഇതിനകത്തിലോട്ടൊന്ന് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനകത്തിൽ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടി ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു അളവ് 4-5 ചെമ്പരത്തിപ്പൂവും കൂടെ ഇതിനകത്തിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൂവും അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും കൂടെ നല്ലൊരു പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതിനകത്തിൽ അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്യാൻ പരുവത്തിന് നല്ലൊരു പേസ്റ്റ്, നല്ലൊരു സ്മൂത്തി പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെമ്പരത്തി പൂക്കൾ കൂടുതൽ കിട്ടുവാണെങ്കിൽ കൂടുതൽ ഇതിനകത്തിൽ അരച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടത്തതേ ഉള്ളൂ. അപ്പം നാച്ചുറലായിട്ടുള്ളതായതുകൊണ്ട് അത് ഒരെണ്ണം കൂടിയെന്നും കുറഞ്ഞെന്നും പറഞ്ഞൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ രീതിയിൽ ഒരു ഓയിൽ മസാജ് കൊടുത്തിരിക്കണം. അപ്പോൾ അതൊന്നും മറക്കരുത്. ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെന്ന് പറയാൻ നമ്മൾ ആ ചെമ്പരത്തിപ്പൂ ഒക്കെ എടുത്തത് കൊണ്ട് തന്നെ ഇനി അതൊരു നല്ലൊരു നമുക്ക് അപ്ലൈ ചെയ്യാനൊരു പരുവത്തിൽ തന്നെ നല്ല ഇത് കണ്ടോ, ഇങ്ങനെ ഈ വെള്ളം പോലുള്ള കൺസിസ്റ്റൻസി അല്ല ഇതിന്. അപ്പം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ എൻ്റെ സ്കാൽപ്പിലും അതുപോലെ തന്നെ എൻ്റെ മുടിയിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ കോൾഡ് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ഹെയർ മാസ്ക് എന്ന് പറയാൻ മുടി നല്ല സ്ട്രോങ് ആക്കാനുള്ള ഒരു നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അപ്പം നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.